ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് മാഗിയാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് മാഗി. അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായി ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചൂടായി കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ എണ്ണ ഇവിടെ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് നമ്മളൊരു വലിയ ഉള്ളിയാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിതിലേക്ക് ഒന്നാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. അപ്പം നന്നായിട്ടൊന്ന് പെട്ടെന്ന് കിട്ടും. പെട്ടെന്ന് റെഡി ആവണമെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വാട്ടുക. എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലിട്ട് അടിച്ച് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മൂന്നും കൂടെ നന്നായി ഒന്ന് പിടിക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റെങ്കിലും മിക്സ് ചെയ്തോ. നന്നായിട്ടൊന്ന് നാലും കൂടെ ഒന്ന് നന്നായിട്ട് പിടിക്കണം. എന്നിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ മല്ലിപ്പൊടി, പിന്നെ മുളകും പൊടി. എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. 1 കപ്പാണ് വേണ്ടിയത്. കൂടുതൽ വെള്ളം ഇതിൽ വേണ്ട, 1 കപ്പ് മാത്രം മതി. നമ്മൾ എത്രത്തോളം സവാള തക്കാളി ഇരിക്കണോ അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീൻസ് ആദ്യം നമ്മൾ വേവിക്കണം. ബീൻസ് എന്നിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ ഇടരുത്. ബീൻസ് വേവിച്ചതിന് ശേഷം അതിലിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടത് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 2 മിനിറ്റെങ്കിലും നല്ല തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ നൂഡിൽസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടിയിട്ട് ഇതിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടി വരും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേപ്പില ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് നൂഡിൽസ്. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബൈ.